അനുമോളുടെ 16 ലക്ഷത്തിൻ്റെ PR കഥ ബിന്നി പറഞ്ഞത് പച്ചക്കള്ളം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ഏറെ വിവാദം സൃഷ്ടിച്ച ഇപ്പോഴും അകത്തും പുറത്തും ഓടിക്കൊണ്ടിരിക്കുന്നത് അനുമോളുടെ PR വർക്ക് 16 ലക്ഷത്തിൻ്റെ. അത് ബിന്നിയാണത് പൊട്ടിച്ചത്. അത് ഏഷ്യാനെറ്റിലെ ഇതിനകത്ത് കിടപ്പുണ്ട്. ബിന്നി പറഞ്ഞത് 16 ലക്ഷം ഇതിൻ്റെ. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാനിത് 2 പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എടുത്ത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ബിന്നി. അതിൽ ബിന്നി പറയുന്നത് 16 ലക്ഷത്തിൻ്റെ കാര്യമേ ബിന്നി പറഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ബിന്നി ഇൻ്റർവ്യൂ വീഡിയോസ് അടിച്ചു കൊടുത്തെങ്കിൽ പുതിയ വീഡിയോ അതിനകത്തുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ എനിക്ക് വേണേൽ എടുത്ത് കാണിക്കാറ്. പക്ഷേ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാറ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ബിന്നി പറഞ്ഞത് അപ്പോൾ പച്ചക്കള്ളല്ലേ. ഇപ്പം 16 ലക്ഷത്തിൻ്റെ ഇത് PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ബിന്നി മാറ്റി പറഞ്ഞു? നിങ്ങൾ ആ ഇൻ്റർവ്യൂ നോക്കി അറിയാം. അപ്പോൾ ആര് കുറ്റക്കാരായി? ബിന്നി പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷത്തിൻ്റെ PR വർക്ക് കൊടുത്തിട്ടുണ്ട് അനുമോളെന്ന്. പക്ഷേ ഈ ബിന്നി പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഞാൻ. ഓരോ അനുമോളെ കുറിച്ച് ഓരോ വീഡിയോയുടെ താഴെ അപ്പം നമ്മളിപ്പോൾ എല്ലാ മത്സരാർത്ഥിയും പൊക്കി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും മത്സരാർത്ഥിയുടെ പ്രത്യേകിച്ച് അനുമോളുടെ വീഡിയോയുടെ താഴെ വന്ന് അനുമോളുടെ ഫാമിലി നിങ്ങൾക്ക് PR വർക്ക് തന്നിട്ടില്ലേ, എത്ര രൂപ തന്നു എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. ഇതേ ബിന്നി തന്നെ പറയുന്നു 16 ലക്ഷം രൂപയുടെ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ബിന്നി പറഞ്ഞ പച്ചക്കള്ളല്ലേ. പിന്നെ ഞാനും ബിന്നിയും പറഞ്ഞത് തമ്മിൽ എന്താണ് വ്യത്യാസം? ബിന്നി പറഞ്ഞായിരുന്നു 16 ലക്ഷത്തിൻ്റെ PR വർക്ക്. പല ആളുകളും നമ്മുടെ ചാനലിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് അനുമോളുടെ വീട്ടുകാർ 16 ലക്ഷം രൂപയുടെ പൈസ വന്നു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ചോദിക്കും, നിങ്ങൾ PR ആണോ അനുവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് പലവരും നമുക്ക് മെസ്സേജ് ഇടുന്നു. എന്തെങ്കിലും ബിന്നി ഒരു ക്ലാരിറ്റി കൊടുത്തു കൂടെ. ബിന്നി തന്നെയാണ് ഇത് ഉടക്കം ഇട്ടത്, ഇങ്ങനെ കൊടുത്തു തന്നിട്ട് ബിന്നി തന്നെ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളെടുത്ത് നോക്കാം, നിങ്ങൾക്ക് വീഡിയോ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ബിന്നി ബിഗ് ബോസ് പുറത്താകുന്നതിന് മുന്നേ പറഞ്ഞ വീഡിയോ അവിടെ കിടപ്പുണ്ട്, പുറത്തായതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ബിന്നി പറഞ്ഞ കാര്യമാണ് ഇപ്പം ഈ ഒരുപാട് വിവാദമായിരിക്കുന്നത്. പല ആളുകളും ഏറ്റെടുത്ത് അനുമോൾ അവിടെ നിൽക്കുന്ന, അവിടെ മത്സരാർത്ഥികൾ പുറത്തുള്ളവരും അകത്തുള്ളവരും ഒക്കെ അവിടെ നിൽക്കുന്ന 16 ലക്ഷത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പല ആളുകളും നമ്മളോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അനുമോളുടെ വീട്ടുകാർ PR വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? നമ്മളെന്തിനാണ് ഇവരുടെ നിന്ന് കാശും എടുത്ത് വീഡിയോ ചെയ്യുന്നത്? അല്ലാതെ തന്നെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ PR വർക്ക് ഏറ്റെടുത്തിട്ട് നമുക്കിത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. എന്നാലും പിന്നെ ഞങ്ങളോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു കേട്ടോ. 16 ലക്ഷമാണോ 20 ലക്ഷമാണോ എന്ന് പിന്നെ ഒന്ന് ആലോചിക്കണം കേട്ടോ. പറയുന്നതിന് മുന്നേ പച്ചക്കള്ളമാണ്. ഇപ്പം അതേ കള്ളം പറഞ്ഞുകൊണ്ട് പല ആളുകളും വന്നിട്ട് RJ ബിൻസി പറഞ്ഞിട്ടുണ്ട്. RJ ബിൻസിയോട് ഇത് പറഞ്ഞിട്ടുണ്ട് അനുമോൾ. RJ ബിൻസിയോട് അനുമോൾ മിണ്ടിയിട്ട് പോലുമില്ല ആവശ്യമില്ലാതെ. പിന്നെ ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട്. ശൈത്യ പറയുന്നത് 15 ലക്ഷമാണ്. 16 ലക്ഷത്തിൻ്റെ കഥയൊക്കെ വിട്ട് ഇപ്പോൾ 15 ലക്ഷത്തിൻ്റെയാണ്. RJ ബിൻസിയോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അവിടെ ബിഗ് ബോസിൽ പോയിട്ടവർക്കെല്ലാം ഇതുണ്ട്, PR വർക്കുണ്ട്. അനുമോൾക്ക് മാത്രമല്ല, അനുമോൾ ഉണ്ടെന്നും അനുമോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 50,000 വിലയൊക്കെ ആണെങ്കിൽ ആൾക്കാർ സമ്മതിക്കും. ഇത് 15 ലക്ഷം 16 ലക്ഷത്തിൻ്റെ ഒന്നും ആരും എടുത്ത് PR അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങളൊരു കാര്യം, വേറൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഓരോരുത്തരും വെവ്വേറെയാണ് പറയുന്നത്. ഇപ്പോൾ ശൈത്യ പറയുന്നത് 15 ലക്ഷത്തിൻ്റെ പറഞ്ഞു. മിണ്ടത്ത പോലും ഇല്ലാത്ത ബിൻസി RJ ബിൻസി ഇവർ മിക്കപ്പോഴും അപ്പാനിയുടെ ഗ്രൂപ്പിലായിരുന്നു. അനുമോളുമായിട്ട് അധികം മിണ്ടാറ് പോലുമില്ല. എന്നിട്ട് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ വേറത്. ഇനി റെന ഫാത്തിമ വരുമ്പോൾ റെന ഫാത്തിമയും പറയും ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ടത്. ഒന്ന് ആലോചിക്കുക. വളരെ മോശമായ കാര്യമാണ് ഇവർ ഈ പറയുന്നത്. ഒരാളെ വ്യക്തിഗത ചെയ്യാൻ അവർ ജയിക്കരുത് എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഒരു കാര്യം, ജിഷനും നമ്മുടെ പ്രവീണും ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞത് എല്ലാവർക്കും PR ഉണ്ട്, അല്ല അനുമോൾക്ക് മാത്രമല്ല എന്നാണ് അവർ പറഞ്ഞത്. അല്ല അനുമോൾ ഇത്രയും ഇതുകൊണ്ടൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത്. വളരെ വല്ലാത്ത ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യുക, പേഴ്സണലായിട്ട് ഇത് ചെയ്യുക, ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചാൻസ്. താങ്ക് യു. ബൈ ബൈ.